ജനം ടിവിയും ജനം സൗഹൃദവേദിയും സംയുക്തമായി ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 പരിപാടിയുടെ ഔദ്യോഗിക ലോഞ്ചും പ്രവേശന പാസ് വിതരണ ഉദ്ഘാടനവും ഇന്ന് നടക്കും. വൈകിട്ട് 6:30 കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലാണ് പരിപാടി. ഡൽഹിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിലെ സാംസ്കാരിക, സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന ജനോത്സവം 2026 മാർച്ച് 27, 28, 29 തീയതികളിൽ ഡൽഹി തൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇവരുകളുമായി ശ്രീകാന്ത് ചിരികയാണ്. ശ്രീകാന്ത്, ജനോത്സവം അതിനുള്ള വിജയ് ചൗക്കിൽ നിന്നാണ് ശ്രീകാന്ത് ചേരുന്നത്. നേരെ ശ്രീകാന്തിലേക്ക് പോവാം. ശ്രീകാന്ത്, ജനോത്സവം സാംസ്കാരിക രംഗത്തെ സിനിമാ മേഖലകൾ, അങ്ങനെ എല്ലാ മേഖലകളിലെയും വിവിധ പ്രതിഭകളാണ് ഈ ഒരു ജനോത്സവത്തിലെ അണിചേരുക. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഐക്കണിക് പ്ലേസ് എന്ന് പറയാവുന്ന സ്ഥലത്താണ്, വിജയ് ചൗക്ക്. ഈ വിജയ് ചൗക്കിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് വലിയ ഒരു വിശേഷമാണ്. ആ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് ജനോത്സവം 2026 എന്ന പേരിൽ ജനം സൗഹൃദവേദിയും ജനം ടിവിയും ചേർന്ന് ഡൽഹിയിൽ ഒരു വലിയ മഹോത്സവം, മലയാളത്തിൻ്റെ മഹോത്സവം സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇന്നത്തെ ദിവസം പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം ഇന്ന് വൈകുന്നേരമാണ്, ഇന്ന് വൈകിട്ട് 6:30 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വസതിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒഫീഷ്യൽ ലോഞ്ചും അതോടൊപ്പം തന്നെ ഈ പാസ് അതിൻ്റെ ഔദ്യോഗികമായ റിലീസും നടക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട പരിപാടി. ഒരുപക്ഷേ ഞാൻ ഈ ഡൽഹിയിൽ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്ന ഘട്ടത്തിൽ കേട്ട ഒരു കാര്യം, ഇതിനു മുൻപ് ഒഡീഷ മാത്രമാണ് ഭാഷാടിസ്ഥാനത്തിൽ ഡൽഹിയിൽ വെച്ച് ഇതുപോലെ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. അത് 5 ദിവസത്തെ പരിപാടിയാണ്. അത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ പാട്രണേജിലാണ് ആ പരിപാടി നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ രീതിയിൽ ഒരു സർഗോത്സവം, ഈ രീതിയിൽ ഒരു മഹോത്സവം നടത്താൻ ഒരു സംസ്ഥാനവും ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഇവിടെ ട്രേഡ് ഫെയറുകൾ നടക്കാറുണ്ട്, എക്സിബിഷനുകൾ നടക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും ഏതെങ്കിലും ഒരു കലാരൂപം, അവിടുത്തെ ഏതെങ്കിലും തനതായ സംസ്കാരം, അത് ഒരെണ്ണം പോലും ചോർന്നു പോകാതെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പക്ഷേ ഡൽഹി കാണാൻ പോകുന്ന ആദ്യത്തെ പരിപാടിയായിരിക്കും ഇത്. 2, നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ലാലേട്ടൻ മുതൽ ജയറാം, അതോടൊപ്പം ചിത്രചേച്ചി ഉൾപ്പെടെ അനവധി താരങ്ങൾ അണിനിരക്കുന്ന പരിപാടി കൂടി ഈ മാർച്ച് 27, 28, 29 ദിവസങ്ങളിൽ ഡൽഹി തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ ജി സുരേഷ് കുമാർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഡൽഹിയിൽ. നമസ്കാരം സാർ, ഗുഡ് മോർണിംഗ്. നമ്മുടെ മൈക്ക് നന്ദൻ, മൈക്കൊന്ന് കൊടുക്കുക സാർ. ഇപ്പോൾ ഡൽഹിയിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു പരിപാടിയാണ് വരാൻ പോകുന്നത്. മാർച്ച് 27, 28, 29 തീയതികളിൽ ജനോത്സവം 2026, മലയാളത്തിൻ്റെ ഒരു മഹോത്സവം എന്ന് തന്നെ പറയാം. ഇന്ന് അതിൻ്റെ പ്രോഗ്രാം ഒഫീഷ്യൽ ലോഞ്ചാണ്. അതിൻ്റെ പാസ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങിയാണ്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ജനോത്സവം 26 എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവമാണ് നമ്മളിവിടെ ഡൽഹിയിൽ നടത്താൻ പോകുന്നത്. അത് മാർച്ച് 27, 28, 29 തീയതി 3 ദിവസമായിട്ടാണ്. കേരളത്തിൻ്റെ എല്ലാ തനത് കലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കഥകളി, കൂടിയാട്ടം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ മോഹിനിയാട്ടം, പിന്നെ ഓട്ടംതുള്ളൽ, അങ്ങനെ എല്ലാം, ചാക്യാർകൂത്ത് ഉൾപ്പെടെയുള്ള സകല കലകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വലിയൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ അകത്ത് നമ്മളോടൊപ്പം തന്നെ കലാമണ്ഡലം ഉണ്ട്, ഫോക്ലോർ അക്കാഡമി ഉണ്ട്, അവരെല്ലാം നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടുള്ളൊരു വലിയൊരു ഉത്സവമാണ്. അതിനൊരു കുംഭം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്, മഹാകുംഭ്. ഒരു കൾച്ചറൽ കുംഭായിട്ട് നമ്മൾ മാറ്റുകയാണ്. അത് 3 ദിവസത്തെ പരിപാടിയാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, ശ്രീ സുരേഷ് ഗോപി, നമ്മുടെ MP സദാനന്ദൻ മാസ്റ്റർ, അവരെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വലിയൊരു കൾച്ചറൽ പ്രോഗ്രാമാണിത്. എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മുടെ ടൂറിസം മിനിസ്ട്രി ഉണ്ട്, കൾച്ചറൽ മിനിസ്ട്രി ഉണ്ട്, എല്ലാവരും നമ്മളോടൊപ്പം കൈകോർക്കുന്നുണ്ട്. ഒരു വലിയൊരു മെഗാ ഷോയും അതിൻ്റെയോടൊപ്പം നടക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇതിനു മുൻപ്
ഡൽഹിയിൽ ഇതുപോലെ ഒരു കലാ സാംസ്കാരിക മാമാങ്കം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇത്രയധികം കലാകാരന്മാർ, അതായത് തെയ്യം വരുന്നുണ്ട്, കൂടിയാട്ടം വരുന്നുണ്ട്, കളമെഴുത്തം പാട്ടുമുണ്ട്, അതോടൊപ്പം തന്നെ പുള്ളുവം പാട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതും കേരളത്തിൽ ഒരു കാലത്ത് വളരെയധികം ശ്രദ്ധേയമായിരുന്നതുമായ ഓട്ടംതുള്ളൽ അടക്കം പല കലാരൂപങ്ങളും ഡൽഹിയിലേക്ക് വരികയാണ്. നമ്മുടെ ഡൽഹി മലയാളികൾക്ക് ഇതിൽ പരമൊരു സാംസ്കാരിക വിരുന്ന് ഒരുപക്ഷെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അല്ല, ഇതിൻ്റെ അകത്ത് മിക്കവാറും എല്ലാ കലകളും ഇപ്പോഴും വളരെ സജീവമായിട്ടുണ്ട്. അന്യം നിന്ന കലകളൊക്കെ പതുക്കെ നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കേരള ഫോക്ലോർ അക്കാഡമി വളരെ അധികം ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ കലകൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അതുപോലുള്ള കലകൾ ഇനിയും നമ്മൾ കൊണ്ടുവരണം. ഇതൊരു തുടക്കമാണ് നമ്മൾ. അപ്പോൾ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു ലോഞ്ചാണ്. അപ്പം അതിന് എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ മലയാളികൾക്ക് ആണ് അതിന് നമ്മളോടൊപ്പം സഹകരിക്കാൻ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ അസോസിയേഷനും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം അവരൊക്കെ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിജയമാക്കി മാറ്റാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിൽ പ്രധാനമായി ഈ പരിപാടി നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയ ഘട്ടത്തിൽ ചോദിച്ചിരുന്ന ചോദ്യം മോഹൻലാൽ വരുമോ എന്നുള്ളതാണ്. അല്ല, ലാല് വരുന്നുണ്ടല്ലോ. ലാല് 27-ന് ലാൽ എത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാലിനെയും കണ്ടു, മമ്മൂക്കയും കണ്ടു. മമ്മൂക്ക 28-ാം തീയതി പുള്ളി ദുബായിലാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന്, ദുബായിൽ നിന്ന് എങ്ങനെ എത്താം എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു കൺഫർമേഷൻ പുള്ളിയുടെ മാത്രമേ കിട്ടാൻ. മോഹൻലാൽ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞു. മറ്റു താരങ്ങൾ ആരൊക്കെയാണ് ഈ പരിപാടിയിലേക്ക്? അല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം തൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് മെയിൻ ആയിട്ടുള്ള ഈവൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. അത് തൽക്കത്തോറ സ്റ്റേഡിയത്തിൻ്റെ വെളിയിലാണ് ബാക്കിയുള്ള കലകളും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ തമ്പെന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു തറ, അതായത് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം എല്ലാ കാര്യങ്ങളും അവിടെ തൽക്കത്തോറ സ്റ്റേഡിയത്തിനകത്തും രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടാവും. രാവിലെ നമ്മൾ തുടങ്ങുന്നത് ഒരു ഇതോടെ സോപാന സംഗീതത്തോടു കൂടിയായിരിക്കും അത് രാവിലെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഇടവിട്ട് നമുക്കിങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. സിനിമയിൽ നിന്ന് നിരവധി ആൾക്കാർ വരുന്നുണ്ട്. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും, സാഹിത്യത്തിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും. അങ്ങനെ നിരവധി ചർച്ചകൾ അവിടെ നടക്കും. പിന്നെ ഒരു ബുക്ക് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നുണ്ട്. പോരാത്തതിന് ഫുഡ് ഫെസ്റ്റിവലും ഉണ്ടാവും. നിരവധി നമുക്ക് കേരളത്തിൻ്റെ തനതായ രുചി ആസ്വദിക്കാനായിട്ട് പറ്റും. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രുചിക്കൂട്ട് എന്നുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. അപ്പം ആരെങ്കിലും രാവിലെ 3 ദിവസം അവധി ദിവസങ്ങളാണ് ഇതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. രാമനവമി, പിന്നെ ശനിയാഴ്ച, ഞായറാഴ്ച, ഇങ്ങനെ 3 ദിവസമാണ്. അപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ആസ്വദിച്ച് വൈകിട്ട് അവർക്ക് തിരിച്ചു പോകാവുന്ന രീതിയിൽ. എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നമ്മൾ രാവിലെ ഇവിടെ എല്ലാവരും എണീറ്റ് വരുമ്പോഴത്തേക്കുള്ള സമയമുണ്ടല്ലോ. രാവിലെ ഒരു 10:30 മണിക്ക് നമ്മൾ അവിടെ തുടങ്ങും. അതനുസരിച്ചേ തുടങ്ങുന്നുള്ളൂ. അപ്പം എന്ന് വെച്ചാൽ വെളുപ്പാങ്കാലത്ത് വെച്ചാൽ ആരും വരില്ല. അപ്പം അതനുസരിച്ച് വെച്ചാൽ അവർക്ക് അവിടെ വന്ന് ഊണൊക്കെ കഴിച്ച് വീണ്ടും എല്ലാ ഇതും ഒക്കെ വാച്ച് ചെയ്ത് തിരിച്ച് രാത്രിയിൽ മെഗാ ഷോയും കണ്ടിട്ട് പോകും. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഡേ നമ്മുടെ ജയറാമിൻ്റെ നേതൃത്വത്തിലുള്ള മേളമുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആൽമരം എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് അവിടെ പെർഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ശോഭനയുടെ ഡാൻസും കാര്യങ്ങളും. രണ്ടാമത്തെ ദിവസം ലക്ഷ്മി ഗോപാലസ്വാമി, KS ചിത്രയും, ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഡാൻസും KS ചിത്രയുടെ പാട്ടും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആശാ ശരത്തും നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ ഒരു വലിയൊരു ബാൻഡും കൂടെ. അതാണ് 3 ദിവസത്തെ വൈകുന്നേരങ്ങളിലെ പരിപാടി. ഇനി ഈ ഡൽഹി മലയാളികൾക്ക് അറിയേണ്ട ഒരു ചോദ്യമുണ്ട്. ഡൽഹിയിലെ മലയാളികൾക്ക്, ഡൽഹിയിലെ കലാകാരന്മാർക്ക് ഇതിലെന്താണ് അവസരം? അതായത് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ ഒക്കില്ലല്ലോ. ഡൽഹിയിൽ ഇഷ്ടംപോലെ ടാലൻസ് ഉള്ള ഒരു സ്ഥലമാണ്. 100 കണക്കിന് 1000-കണക്കിന് ടാലൻസ് ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഓപ്പണിംഗ് സെറമണിയും ക്ലോസിംഗ് സെറമണിയും ഒക്കെ ഇവിടുത്തെ ആൾക്കാർ ആണ് അതിൻ്റെ ചെയ്യുന്നത്. ചുവട് വെക്കുന്നതൊക്കെ ഇവിടുത്തെ കലാകാരന്മാരായിരിക്കും. അവർ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് അവിടുത്തെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള പലർക്കും നമ്മൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ വിസ്മരിച്ചുകൊണ്ടുള്ളൊരു പരിപാടി നമുക്കില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ഇതിൻ്റെ ഷോ ഡയറക്ടർ TK രാജീവ് കുമാർ കൂടി നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. നമസ്കാരം TK രാജീവ് കുമാർ, അങ്ങേക്ക് കേൾക്കാം എന്ന് കരുതുന്നു. നമസ്കാരം. തീർച്ചയായിട്ടും നമസ്കാരം. കേൾക്കാം. തീർച്ചയായും അങ്ങയിലേക്ക് വരികയാണെങ്കിൽ അങ്ങാണ് ഇതിൻ്റെ ഈ ഷോ
അങ്ങാണ് ഈ ഷോ മുഴുവനായി അങ്ങയുടെ തലയിലാണ് ഈ ഷോ പൂർണ്ണമായും ഉള്ളത്. അങ്ങാണ് ഇതിന് ഊടും പാവും നെയ്യുന്നത്. എന്താണ് ഈ ജനോത്സവം 2026 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ബേസിക്കലി ജനോത്സവം എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതൊരു കൺവെൻഷനലായിട്ടുള്ള ഒരു കാർണിവലോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലോ എന്ന തരത്തിൽ ആവരുത്. മറിച്ച് ഒരു പുതിയ തലമുറയ്ക്ക് മലയാളിയുടെ സമ്പത്ത് എന്താണ്, മലയാളിയുടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും നമ്മുടെ ട്രഡീഷൻസിൻ്റെയൊക്കെ സമ്പത്ത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം തന്നെ ഇതിന് ഒരു ഊന്നൽ കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സുരേഷ് ഏട്ടൻ കൂടിയുണ്ട്, സുരേഷ് കുമാർ കൂടിയുണ്ട്. നമ്മുടെ ഈ ഷോയുമായി ബന്ധപ്പെട്ട് താങ്കൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന സുരേഷ് ഏട്ടൻ കൂടിയുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ഡൽഹിയിലെ കലാകാരന്മാർക്ക്, ഡൽഹിയിലെ മലയാളികൾക്ക്, ഡൽഹിയിലെ കലാകാരന്മാർക്ക് ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത്. ഡൽഹിയിലെ കലാകാരന്മാരെ നമ്മൾ ഏത് രീതിയിലാണ് ശ്രീ ടി കെ രാജീവ് കുമാർ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്? ഇതിന് ഞങ്ങൾ ആക്ച്വലി ഒരു 3 വേദികളായിട്ടാണ് സുരേഷ് കുമാർ പറഞ്ഞ പോലെ ഇൻഡോർ സ്റ്റേഡിയവും അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ഗ്രൗണ്ടിൽ ഞങ്ങളൊരു മേജറായിട്ടുള്ളൊരു തമ്പ് എന്ന് പറഞ്ഞൊരു സ്പേസും അല്ലാതൊരു സ്പേസും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 സ്പേസിലായിട്ടാണ് നമ്മുടെ എല്ലാ കലാപരിപാടികളും നടക്കുന്നത്. അപ്പം ഈ ഡൽഹിയിലെ കലാകാരന്മാർക്ക് നമ്മൾ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനും നമ്മുടെ വാലറ്ററി ഫംഗ്ഷനും ഉള്ള ഓപ്പണിംഗ് ആക്ട് ഡൽഹിയിലുള്ള കലാകാരന്മാർക്ക് വേണ്ടി നമ്മൾ ഡിവോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൂടാതെ അവിടുത്തെ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും ചെറിയ ചെറിയ നാടകങ്ങൾ, ലഘു നാടകങ്ങൾ, ഒരു 10 മിനിറ്റിൽ താഴെയുള്ള മലയാള ചെറുകഥകളെയോ നാടകങ്ങളെയോ കവിതകളെയോ ആസ്പദമാക്കിയിട്ടുള്ള ലഘു നാടകങ്ങളുടെ അവതരിപ്പിക്കാനുള്ള, അതായത് ഒരു ദിവസം 2 നാടകം വീതം, ഒരു 6 നാടകം ഈ 3 ദിവസവും അവതരിപ്പിക്കാനായിട്ട് ഡൽഹിയിലെ തിയേറ്ററുമായി ബന്ധപ്പെട്ട ആൾക്കാരെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഡൽഹിയിലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉയർന്ന കലാകാരന്മാരുണ്ട്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്, അവരുമായിട്ടുള്ള ചാറ്റ് ഷോസ് ഉണ്ട്. അങ്ങനെ ഡൽഹിയിലുള്ള കലാകാരന്മാർക്ക് കൃത്യമായിട്ടുള്ളൊരു പൊസിഷനിങ് നമ്മൾ ജനോത്സവത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മുതലേ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇതിനെ കണ്ടിരുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്ന് കട്ടായത്. അതായത് സാധാരണ ഒരു കാർണിവലിനപ്പുറം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിനപ്പുറം നമ്മളിതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഒരു പുതിയ തലമുറയ്ക്ക് കേരളത്തിൻ്റെ സമ്പത്ത്, അത് കലയിലും നമ്മുടെ ട്രഡീഷൻസിലും ലിറ്ററേച്ചറിലൊക്കെ ഉള്ളൊരു സമ്പത്ത്, അതിൻ്റെ ഒരു വാല്യൂ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതുകൂടെ നമ്മൾ ഈ ഫെസ്റ്റിവൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഇപ്പോൾ കലാമണ്ഡലം. അപ്പോൾ കലാമണ്ഡലത്തിനെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു വളരെ കൃത്യമായ ഉദ്ദേശം, ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. അതായത് കേരളത്തിലെ കലകൾ പഠിക്കുവാനും അത് അഭ്യസിക്കുവാനും അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുമായിട്ടൊരു യങ്ങർ ജനറേഷൻ വളർന്നു വരുന്നുണ്ട്. അത് കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനത്തിലൂടെ എന്നുള്ളതാണ് ഇതിനൊരു മുൻതൂക്കം കലാമണ്ഡലം വരാനുള്ള കാരണം. അപ്പോൾ ഇവിടെ മേളങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആശാന്മാരുടെ കൂടെ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളായിരിക്കും പങ്കെടുക്കുക. അതുപോലെ എല്ലാ കലകൾക്കും വിദ്യാർത്ഥികളുടെ കലാമണ്ഡലത്തിലെ ഒരു പുതിയ തലമുറയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ജനോത്സവത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം. അതായത് ഒരു പുതിയ തലമുറ ഒരു മോഡേണൈസേഷൻ്റെ ഭാഗമായി, ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി അവരവരുടെ മണ്ണിലെ കലകളെ മറന്ന് മറ്റു വിദേശ രാജ്യങ്ങളിലെ സംഗീതത്തിനോടും കലകളോടും ഒക്കെ ആകൃഷ്ടരായിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ കലകൾ ഇന്നത്തെ ചെറുപ്പക്കാർ അത് ശ്രദ്ധയോടെ കാണുന്നുണ്ടെന്നും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ നമ്മുടെ ജനോത്സവം കൊണ്ട് ഡൽഹിയിലേക്ക് എത്തുന്ന ഏതൊരു മലയാളിക്കും അല്ലെങ്കിൽ അന്യഭാഷയിലുള്ള ആൾക്കാർക്കുമൊക്കെ നമ്മുടെ കലയോടും നമ്മുടെ സാഹിത്യത്തോടും ഒക്കെ താല്പര്യം ജനിപ്പിക്കുവാനും അല്ലെങ്കിൽ അത് അടുത്തറിയാനും ഒക്കെയുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് ജലോത്സവത്തിനെ കാണുന്നത്. അപ്പോൾ ഇതിന് ഒരു കൺവെൻഷനലായിട്ടുള്ള ഫെസ്റ്റിവലിനപ്പുറത്ത് ഈ 3 ദിവസം പങ്കെടുക്കുന്നവർക്ക് അവരുടെ മനസ്സിലേക്ക് അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കേരളത്തിൻ്റെ കലകളും അതിൻ്റെ സത്തും അതിൻ്റെ എന്തൊക്കെയാണ് അത് മലയാളിയുമായിട്ട് എങ്ങനെയാണ് അതിന് ഇഴചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മലയാളത്തിലെ കലകൾ എങ്ങനെയാണ് ലോക കലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ ബോധ്യപ്പെടുത്താൻ ഇതിനകത്ത് വർക്ക്ഷോപ്പുകളുണ്ടാകും.
ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാവും. ഈ കലാപ്രകടനത്തിന് മുമ്പ് തന്നെ എല്ലാ കലകളുടെയും ഒരു ഡെമോൺസ്ട്രേഷനോ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക്ഷോപ്പുകളോ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഈ ഫെസ്റ്റിവൽ വേറെ തരത്തിൽ കണ്ടമാനം ഇൻഫർമേഷൻസും നോളജും കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ ഇങ്ങനെയൊരു ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത് ഇത് വെറും ഒരു ആഘോഷമല്ല. ഈ ആഘോഷത്തോടൊപ്പം ഈ എല്ലാ കലകളുടെയും, മലയാളികളുടെ കലകളുടെയും സാഹിത്യത്തിൻ്റെയും നമ്മുടെ ട്രഡീഷൻസിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച അവിടെ അവതരിപ്പിക്കുക. അത് വരുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സ് നിറഞ്ഞ് കേരളത്തിനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും. എനിക്ക് തോന്നുന്നു അത്തരത്തിലാണ് എല്ലാ പ്ലാനിങ്ങുകളും നടക്കുന്നത്. അതാണ് ഒരു സംവിധാനം എന്നുള്ള എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ടി കെ രാജകുമാർ, ഒരു കാര്യം കൂടി, അതായത് നമ്മുടെ ഈ കലകളെക്കുറിച്ച് പറഞ്ഞ ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ കലകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവിടെ കലാകാരന്മാരെക്കുറിച്ചും അത് അവതരിപ്പിക്കുന്ന കലാകാരന്മാരെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന ധാരാളം ആളുകളുണ്ട് ഡൽഹിയിലും. ഇപ്പോൾ പ്രമുഖരായ ഏതൊക്കെ കലാകാരന്മാർ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് എന്നറിയാൻ വലിയ കൗതുകമുണ്ട് ഡൽഹിക്കാർക്ക്. ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ മെഗാ ഷോയിലെ താരങ്ങൾ ഒഴികെയുള്ള പ്രമുഖരായ കലാകാരന്മാരെ ആരെയൊക്കെയാണ് അങ്ങ് ഡൽഹിയിലേക്ക് ഈ ഷോയുടെ ഭാഗമായി കൊണ്ടുവരാൻ പോകുന്നത്? ഒരു തവണ കൂടി ചോദ്യം ആവർത്തിക്കാം. അതായത് നമ്മുടെ ഈ കലാരൂപങ്ങൾ അതോടൊപ്പം തന്നെ ഈ സാംസ്കാരിക പരിപാടികൾ അതൊക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വരുന്ന കലാകാരന്മാരിൽ പല ആളുകളും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തരായ ആളുകൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കലാകാരന്മാർ, ആ പ്രമുഖരായ കലാകാരന്മാർ ആരൊക്കെയെന്ന് അറിയുന്നതിന് ഡൽഹിയിലെ നമ്മുടെ പ്രേക്ഷകർക്ക്, ഡൽഹി മലയാളികൾക്ക് വലിയ ആകാംക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന കലാകാരന്മാർ ഇപ്പോൾ ചെണ്ടമേളമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കൂടിയാട്ടമായിക്കോട്ടെ, കഥകളി ആയിക്കോട്ടെ, സോപാന സംഗീതമായിക്കോട്ടെ, അതിലൊക്കെ എത്താൻ പോകുന്ന പ്രഗത്ഭരായ കലാകാരന്മാർ ആരൊക്കെയെന്ന് നമുക്കൊരു ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വിശദീകരിക്കാമോ? ചെറുപ്പുളശ്ശേരി ശിവനാശാൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി ആശാൻ, ഇവരാണ് പഞ്ചവാദ്യത്തിലെ കാർമ്മികളായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജയറാമിന് നേരത്തെ പറഞ്ഞല്ലോ, ഇലഞ്ഞിത്തറ മേളം ജയറാമിൻ്റെ നേതൃത്വത്തിലായിരിക്കും. അപ്പോൾ ജയറാമിൻ്റെ കൂടെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ കൂടെ മുഖ്യ മേളക്കാരോടൊപ്പം തന്നെ കലാമണ്ഡലത്തിൽ നിന്ന് 30ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ പഞ്ചവാദ്യത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് കഥകളിയിലേക്ക് വരികയാണെങ്കിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം ആശാനും ഷൺമുഖദാസ് ആശാനുമാണ് മേജർ സെറ്റ് കഥകളിയിൽ പങ്കെടുക്കുന്ന മുഖ്യർ. പിന്നെ നമുക്കുള്ള ഒരു ഡബിൾ തായമ്പക കൽപ്പാത്തി ബാലകൃഷ്ണൻ ആശാനും ചിറക്കൽ നിതീഷുമാണ്. അങ്ങനെ ഈ മേളത്തിലും എല്ലാം പ്രമുഖ ആശാന്മാരും കഥകളിയിൽ മേജർ സെറ്റ് കഥകളി അവതരിപ്പിക്കുന്നതിനും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് എല്ലാ വർക്ക്ഷോപ്പുകൾക്കും ഇതിലെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ടി കെ രാജകുമാർ, അത് ഒരു വശം, അത് രാവിലെ 10 മുതൽ ഒരു പക്ഷേ നമ്മളൊരു 5 മണി 6 മണി വരെ നടക്കുന്ന വിശാലമായ നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക പൈതൃകം അവതരിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറയാം. പക്ഷേ രാത്രി നടക്കാൻ പോകുന്ന മെഗാ ഷോ, അതേക്കുറിച്ചറിയാനും ഡൽഹിയിലെ മലയാളികൾക്ക് വലിയ ആവേശമുണ്ട്. കാരണം മോഹൻലാൽ വരാൻ പോകുന്നു എന്ന് ഇതിനോടകം തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം KS ചിത്ര വരാൻ പോകുന്നു, ശോഭന വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ്? അവർ ഏതൊക്കെ പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്? ആരൊക്കെയാണ് ഡൽഹിയിലേക്ക് എത്താൻ പോകുന്നത്? നമ്മളിവിടെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രസിദ്ധരായിട്ടുള്ള സെലിബ്രിറ്റി ആൾക്കാരായിട്ടുള്ള എല്ലാവരെയും നമ്മളൊരു തീമാറ്റിക് ആയിട്ടാണ് എല്ലാവരെയും അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ശോഭന റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ഭരതനാട്യത്തിനപ്പുറത്ത് അതിനകത്ത് ഒരു പ്രത്യേകതരം തീം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ആ തീമാണ് അവർ പ്രകടിപ്പിക്കുക. അതുപോലെ ലക്ഷ്മി ഗോപാലസ്വാമി ആണെങ്കിലും ആശാ ശരത്തൊക്കെ ആണെങ്കിലും അവർക്ക് കിട്ടുന്ന ആ സമയത്ത് വിവിധ തരത്തിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിനു മുമ്പുള്ള അവർ അവതരിപ്പിച്ചിരിക്കുന്ന പല കലാപരിപാടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഇവരുടെ നൃത്താവിഷ്കാരം. അങ്ങനെയാണ് നൃത്തങ്ങളെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഡൽഹിയിലെ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. ഓപ്പണിംഗ് ഡേയിൽ കേരളത്തിൻ്റെ ക്ലാസിക്കൽ ആർട്ട് ഫോംസിൻ്റെ ഒരു എൻസംബിൾ ആയിരിക്കും. അതൊരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള
ഒരു പുതിയ മ്യൂസിക് കോമ്പോസിഷൻ നടത്തിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ 10 മിനിറ്റ് നടക്കുന്ന ഒരു കേരള ക്ലാസിക്കൽ ആർട്ട് ഫോംസിൻ്റെ അവതരണം. അതുപോലെ തന്നെ വാലഡിറ്ററി ഫംഗ്ഷന് ഡൽഹിയിലെ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു കേരളത്തിലെ ഫോക്ക് ആർട്ടുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 10 മിനിറ്റ് പെർഫോമൻസും ആയിരിക്കും ഈ ഡൽഹി പെർഫോമൻസിൻ്റെ ഹൈലൈറ്റ്സ്. ശോഭന, ലക്ഷ്മി ഗോപാലസ്വാമി, ആശ ശരത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും, വിവിധ തീം ബേസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും അവരുടെ ഡാൻസിൻ്റെ ഉണ്ടാക്കുക. ഇപ്പോൾ ചിത്രയുടെ ആണെങ്കിൽ പോലും അതിൻ്റെ സോങ് സെലക്ഷനും അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ ചില പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി ആലോചിച്ചിട്ടുണ്ട്. അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റീഫനെ സംബന്ധിച്ച് സ്റ്റീഫനും ആട്ടം എന്ന ഒരു ചെണ്ട ബാൻഡുണ്ട് ഇപ്പോൾ കേരളത്തിൽ, വളരെ പോപ്പുലറാണ്, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആട്ടം ബാൻഡും സ്റ്റീഫൻ്റെ ബാൻഡും ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ അതൊരു വളരെ കോണ്ടംപററി ആയിട്ടുള്ള വളരെ ചെറുപ്പക്കാരുടേതായിട്ടുള്ള കേരള സംഗീതത്തിനെ പലതരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പുതിയ കോമ്പസിഷൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന സ്റ്റീഫൻ ദേവസി നയിക്കുന്ന ഒരു ബാൻഡായിരിക്കും ഫിനാലേക്ക് നമുക്ക് വരിക. അങ്ങനെ ഈ മേജർ ഇവൻസുകളെല്ലാം നമ്മുടെ ഈ ജനോത്സവത്തിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിൽ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. മോഹൻലാൽ അദ്ദേഹം 27-ാം തീയതി ഇനോഗ്രൽ ഡേയിലെത്തുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എത്തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്നുള്ളതിനൊരു പൂർണ്ണ രൂപം ഇപ്പോൾ പറയാൻ കഴിയില്ല, അത് ചർച്ചയിലാണ്. ടി കെ രാജകുമാർ, ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് ഈ സാംസ്കാരികം, അതോടൊപ്പം തന്നെ ഈ മെഗാ ഷോകൾക്കപ്പുറം ഈ നമ്മുടെ എഴുത്തുകാർ, അതോടൊപ്പമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബുക്ക് സ്റ്റാളുകൾ ധാരാളമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നത്? യൂത്ത് കോൺക്ലേവ് നടക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങാണ് ഇതിൻ്റെ ഷോ ഡയറക്ടർ കൂടി. എങ്ങനെയാണ് അതാണ് ഈ ചുരുക്കിയിരിക്കുന്നത്? അല്ല, ഇതിനെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടത് മുഴുവൻ കലകളെക്കുറിച്ച് മാത്രമായിരുന്നു. പക്ഷേ ലിറ്ററേച്ചറിന് പല പബ്ലിഷേഴ്സിൻ്റെ ബുക്ക് സ്റ്റോൾസ് അവിടെ ഉണ്ടാവും. പുതിയ പുതിയ പുസ്തകങ്ങളുടെ റിലീസസ് ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ള എഴുത്തുകാരുടെ വരവുണ്ടായിരിക്കും. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു യൂത്ത് കോൺക്ലേവ്, അതായത് ചെറുപ്പക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എല്ലാ കലകളിലും ലിറ്ററേച്ചറിലും ഒക്കെ ഉള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു യൂത്ത് കോൺക്ലേവ് ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള പ്രമുഖരുടെ അവരുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതുകൂടാതെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിലിം മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാറ്റ് ഷോസ് ഉണ്ടാവും, വർക്ക്ഷോപ്സ് ഉണ്ടാവും. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഈ കലാകാരന്മാർ അല്ലാതെ തന്നെയുള്ള ലിറ്ററേച്ചറും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു 1-to-1 ഇൻട്രാക്റ്റീവ് സ്പേസ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപം എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ആരൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിവലിനെ കാണുന്നത് ഒരു ഇൻ്റർനാഷണൽ ഏത് ഫെസ്റ്റിവലിനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരാൾ വന്നാൽ അയാൾക്ക് വിവിധതരം ചോയ്സുകളും ഒപ്പം അല്ലെങ്കിൽ കലാപ്രകടനം കണ്ട് ആസ്വദിച്ച് പോകുന്നതിനപ്പുറത്ത് കല അവതരിപ്പിച്ച ആൾക്കാരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സ്പേസ്, ഒരു ബുക്ക് വാങ്ങിച്ചാൽ ആ ബുക്കിൻ്റെ ആൾക്കാരുമായിട്ടുള്ളൊരു ഇൻട്രാക്റ്റീവ് സ്പേസ്, അങ്ങനെ എല്ലാവർക്കും ഒരു കലാകാരന്മാരും സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങളുമായൊക്കെ ഉള്ള ഒരു ഇൻട്രാക്റ്റീവ് സ്പേസ് ആണ് സത്യത്തിൽ ഈ ഫെസ്റ്റിവലിൻ്റെ നമ്മൾ പുറമേ കാണുന്നതിന് ഉള്ളിൽ ഒരു സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഓരോ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ അതിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും അവരുമായുള്ള സംസാരിക്കാനുള്ള അവസരങ്ങളും ഈ ഫെസ്റ്റിവലിൽ ഉണ്ടായിരിക്കും. ജനോത്സവം അങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ നമുക്കൊരു ആവേശം തന്നെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ 3 കൊല്ലം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഡയറക്ടറും ചലച്ചിത്ര അക്കാദമി ചെയർമാനിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ നമ്മൾ സിനിമാ പ്രദർശനത്തിനും അപ്പുറം അതുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ഡെലിഗേറ്റ്സിനുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഏത് ഫെസ്റ്റിവലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശത്തിലേക്ക് എത്തുക. അപ്പോൾ അത്തരത്തിൽ ഇത് എല്ലാ വർഷവും നടക്കുന്ന ജനോത്സവം ഓരോ കൊല്ലം കൂടുന്തോറും ഈ മലയാളിയെ നമ്മുടെ പൈതൃകത്തെ പൂർണ്ണ ബോധ്യത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ള പ്രാഥമികമായിട്ടൊരു ഉദ്ദേശമാണ് ജനോത്സവത്തിലുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു ക്യൂറേറ്റർ എന്ന നിലയ്ക്ക് എന്നെ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടനാക്കുന്നത്. വളരെ നന്ദി ശ്രീ ടി കെ രാജകുമാർ, ജനം ടി വിക്കൊപ്പം ഈ ജനോത്സവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, പരിപാടികൾ ഒക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചേർന്നതിൽ.
ഇനി സുരേഷ് ഏട്ടാ നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ രാജീവ് എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഗംഭീരമായിട്ട് രാജീവ് സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒഫീഷ്യൽ ലോഞ്ചും ടിക്കറ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്. എന്താണ് അതിലെനിക്ക് ഡൽഹിയിലെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ടിക്കറ്റ് കുറച്ച് ചെറിയൊരു പ്രൈസിങ്, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ആണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കുറയ്ക്കായിരുന്നു. ഞങ്ങളുടെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ 2500 പേർക്ക് മാത്രമേ ഇരിക്കാനുള്ളൊരു ഇരിപ്പിടമുള്ളൂ. ഞങ്ങൾക്ക് അന്ന് പോയപ്പോൾ കിട്ടിയത് ഈ തൽക്കത്തോറ സ്റ്റേഡിയമാണ്. കുറേ കൂടെ വലിയൊരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റിൻ്റെ ചാർജ് കുറേ കൂടെ കുറയ്ക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കാശ് തീർച്ചയായിട്ടും മുതലാവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി. തീർച്ചയായും ഡൽഹി ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാംസ്കാരിക മാമാങ്കം അത് തന്നെയാണ് ജനം ടിവിയും ജനം സൗഹൃദവേദിയും ഈ രാജ്യ തലസ്ഥാനത്ത് അണിയിച്ചൊരുക്കാൻ പോകുന്നത്. മാർച്ച് 27, 28, 29 തീയതികളിലാണ് നമ്മുടെ ഈ ജനോത്സവം, മലയാളത്തിൻ്റെ മഹോത്സവം നടക്കാൻ പോകുന്നത്. ഇന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചും ടിക്കറ്റ് റിലീസും നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വസതിയിൽ 20 തുഗ്ലക്ക് ക്രസന്റ് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇന്ന് വൈകിട്ട് 6:30 പരിപാടി. ഡൽഹിയിലെ മുഴുവൻ മലയാളികളെയും ആ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. വന്ന് ഈ പരിപാടി എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കി ഈ പരിപാടിയുടെ ഭാഗമായി മാറാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ടിക്കറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പരിപാടിയിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് വൈകിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ ലോഞ്ചോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും പ്രവേശനം കിട്ടുന്ന തരത്തിൽ എല്ലാവർക്കും ഈ പരിപാടി ആസ്വദിക്കാൻ തക്ക തരത്തിലാണ് ഇത് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പരിപാടി, ഈ സ്പെഷ്യൽ ഷോ ജനോത്സവവുമായി ബന്ധപ്പെട്ടത് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഈ അരമണിക്കൂർ നമ്മളെ കേട്ടിരുന്ന ഡൽഹി മലയാളികളുടെ ഈ മഹോത്സവത്തെക്കുറിച്ച് കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. ഇനി സുരേഷിലേക്കും രോഹിണിയിലേക്കും തിരികെ പോവുകയാണ്. അതിനു മുൻപ് ഒരു ഷോർട്ട് ബ്രേക്ക്.